ഹായ്, നമുക്ക് ഇന്നത്തെ വണ്ടി എന്ന് പറഞ്ഞാൽ ഓക്സോഡ് ആസ്ട്ര 1.6 2011. കംപ്ലൈൻറ്റ് നിസ്സാര കംപ്ലൈൻ്റ് ആണ്. വണ്ടിക്ക് തെർമോസ്റ്റാറ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് വെള്ളം ജസ്റ്റ് ചെറുതായിട്ട് തിളയ്ക്കുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ തെർമോസ്റ്റാറ്റ് എന്ന് പറഞ്ഞ സാധനം, അതായത് വെള്ളം കറക്റ്റായിട്ട് റേഡിയേറ്ററിൽ നിന്ന് ബ്ലോക്ക് ചെയ്യുകയും വിടുകയും ചെയ്യുന്ന സാധനമുണ്ട്, വാൽവ്, തെർമോസ്റ്റാറ്റ് വാൽവ്. അങ്ങനെ അത് മാറാൻ വേണ്ടിയിട്ട് ഒരു ഗ്യാരേജിൽ പോയി മാറിയിട്ട് അവർ ബ്ലീഡ് ചെയ്തില്ലായിരുന്നു. സംഭവം ബ്ലീഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വാട്ടർ ബബിൾസ് ഉണ്ടാവും. അപ്പോൾ ബബിൾസ് നമ്മൾ തുറന്ന് കളയണം, അതാണ് പരിപാടി. അപ്പോൾ അത് ചെയ്യാത്ത വണ്ടി കുറച്ച് നേരം ഓടി ഓവർ ഹീറ്റായി അങ്ങനെയൊക്കെ ഓടിയ വണ്ടിയാണ്. അതിനുശേഷം പിന്നെ ആ വണ്ടി അവർ ബ്ലീഡ് ചെയ്തില്ല, നമ്മളടുത്ത് നമ്മൾ ബ്ലീഡ് ചെയ്ത് കൊടുത്തപ്പോൾ പിന്നെ ഒരു രക്ഷയില്ല, വണ്ടി ഓവർ ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് ടെമ്പറേച്ചർ കയറിക്കൊണ്ടിരിക്കുന്നത്. വെള്ളം ഒഴിക്കുന്നു, തിളച്ച് ടാങ്ക് വഴി പോകുന്നു, ഒഴിക്കുന്നു പോകുന്നു, അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പിന്നീട് വേറെ എല്ലാം പമ്പും എല്ലാം ചെക്ക് ചെയ്തിട്ട് വേറെ പ്രശ്നം മനസ്സിലാവാത്തതുകൊണ്ട് നമ്മൾ നേരെ വേണ്ട ഹെഡിന് ഗ്യാസ്കറ്റിനെ ഇളക്കേണ്ടി വന്നു. കസ്റ്റമറിനെ പറഞ്ഞ് ഗ്യാസ്കറ്റിന് കംപ്ലൈൻ്റ് ആണെന്ന്. അത് അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ ഗ്യാസ്കറ്റിനെ ഇളക്കി. അപ്പോൾ ഗ്യാസ്കറ്റ് ഇളക്കിയിട്ട് നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ വേണ്ട ഇങ്ങോട്ടോ, ഇത് വേണ്ട, ഈ വാൽവ് വേണ്ട, ഈ വാൽവ് 1 2 3 വേണ്ട വൈറ്റ് കളറിൽ ഇരിക്കുന്നത്. അതായത് വെള്ളം കത്തിയിട്ടുണ്ട്. വെള്ളം നമ്മൾ കത്തുമ്പോഴാണ് ഈ സാധനം വരുന്നത്. വാട്ടർ കത്തിയിട്ട് ഇതുവഴി എക്സോസ്റ്റ് വഴി പോകണം. എക്സോസ്റ്റ് വാൽവാണ്. എക്സോസ്റ്റ് വാൽവ് വഴി വാട്ടർ കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇതായത് കംപ്ലൈൻറ്റ്. വേണ്ട, ഇതാണ്. ഇവിടെ നിന്ന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സിലിണ്ടർ ബ്ലോക്കിലെ വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി നമ്മളൊന്ന് വാൽവ് ഹെഡ് ഒന്ന് ഫേസ് ചെയ്യണം. പിന്നീട് ഈ പുതിയ ഗ്യാസ്കറ്റും കാര്യങ്ങളും എല്ലാം ഇടുമ്പോൾ വണ്ടി റെഡിയാവും. ഓക്കെ.